Welcome back to Sarum Learning. Welcome back to our English class. അപ്പോൾ മക്കളെ ഇതാ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഒരു അടിപൊളി വീഡിയോസും എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ടുഡേ നമ്മൾ എന്താണ് ഒന്നും മാറ്റി പിടിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നും മാറി ഇന്ന് നമ്മൾ ആക്ച്വലി എന്താണ് ഒരു ഗ്രാമർ ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്കിൽ ആക്ച്വലി എന്താണുള്ളത്. യു ക്യാൻ സീ എ സെൻറ്റർ one. എന്താണ് സെൻട്രൽ ഞാൻ കൊടുത്തത്? ആഡ്വർബ് എന്നാണ് ഞാൻ കൊടുത്തത്. അതിന് ചുറ്റും എന്താണ് ഡിഫറെന്റ് കളേഴ്സിൽ ഭംഗിയായിട്ട് ക്ലൗഡ്സ് ഇട്ടിട്ട് ഒരുപാട് വാക്കുകൾ എന്തുണ്ട് അവിടെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് ആ വേർഡ്സ്? സാഡ്ലി, ഓൾവേസ്, ഏർലി, നൗ, ഹിയർ, ദർ, വെൽ, ലൗഡ്ലി, സഡൻലി, ക്വയറ്റ്ലി, ക്വിക്ലി, സാഡ്ലി. ഇതൊക്കെ എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം എന്തുണ്ട്? LY എന്ന് വരുന്ന LYയിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട്, എല്ലാത്തതും ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ എന്താണ് ഈ എല്ലാ വാക്കുകളും നമ്മുടെ സിറ്റുവേഷനെ കാണിക്കുന്നു, നമ്മൾ ഒരു ആക്ഷൻ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള വാക്കുകളാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ ആക്ച്വലി നമുക്ക് നോക്കാം എന്താണ് ആഡ്വർബ്സ് എന്നുള്ളത്. ആഡ്വർബ് എന്താണ്, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് 4 സ്ക്വയർസ് കാണാം. ഈ 4 സ്ക്വയർസിന്റെ മേലെ എന്തുണ്ട്? ഒരു കുഞ്ഞു സ്ക്വയർ ഉണ്ട് അല്ലേ. നോക്ക് നിങ്ങൾ, ഹൗ, വെൻ, വൈ, വെർ. സോ ആഡ്വർബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ആക്ഷൻ എങ്ങനെ ചെയ്തു, ഹൗ എങ്ങനെ ചെയ്തു എന്നുള്ള ഉത്തരം തരുന്നത് ആഡ്വർബ് ആണ്. ഒരു ആക്ഷൻ വെൻ എപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് ആൻസർ തരുന്നത് ആഡ്വർബ് ആണ്. ഒരു ആക്ഷൻ എവിടെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യുന്നത് ആഡ്വർബ് ആണ്. ഒരു ആക്ഷൻ വൈ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആൻസർ തരുന്നത് ആഡ്വർബ് ആണ്. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ആഡ്വർബ്? ഒരു പ്രവൃത്തി എങ്ങനെ സംഭവിച്ചോ, എപ്പോൾ സംഭവിച്ചോ, എവിടെ സംഭവിച്ചോ, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വാക്കുകളാണ് എന്താ ആഡ്വർബ് എന്ന് പറയുന്നത്. ഇറ്റ് മോഡിഫൈസ് എ വേർബ്. അത് എന്തിനെ മോഡിഫൈ ചെയ്യുന്നു? ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുന്നു. എന്താണ് വേർബ് എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചതാണ്. ബട്ട് എന്നാലും ഞാൻ എന്ത് ചെയ്യും, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, ആക്ഷൻ ആണ്. ആ ആക്ഷനെ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത് ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നോക്ക്. നമ്മുടെ ടോണി കംപ്ലൈൻറ്റ്. ടോണി കുട്ടൻ എന്തോ പരാതി പറഞ്ഞു. ജോണി മോനെ, ജോണി മോനെ. അതേപോലെ ടോണി മോനെ, ടോണി മോനെ. ടോണി കുട്ടൻ എന്തോ പരാതി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അവൻ പരാതി പറഞ്ഞത്? ടോണി കംപ്ലീറ്റ് ബിറ്റർലി. അവൻ കരങ്ങി വിഷമിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, പരാതി പറഞ്ഞത്. സോ ഹൗ ഹി കംപ്ലീറ്റ് ബിറ്റർലി, വിതുമ്പിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പരാതി പറയുന്നത്. അപ്പൊ ഇവിടെ ഹൗ ഹി ഡിഡ് ദ ആക്ഷൻ, അവൻ എങ്ങനെയാണ്, ഇവിടുത്തെ ആക്ഷൻ എന്താ, പരാതി പറയാം. അപ്പൊ അവൻ എങ്ങനെയാണ് പരാതി പറഞ്ഞത്? bitterly. That is the adverb. ഇനി അടുത്ത എക്സാമ്പിൾ നോക്ക്. when. So now ഇവിടെ നോക്ക്. Jack bought a cactus. Jack bought a cactus. Jack bought എന്ന് പറഞ്ഞാൽ ബൈന്റെ പാസ്റ്റ് ടെൻസ്, വാങ്ങി. ജാക്ക് വാങ്ങി. എന്ത് വാങ്ങി എന്നുള്ള ചോദ്യമല്ല. കാക്ടസ്, ഒരു മുൾച്ചെടി വാങ്ങി. എപ്പോൾ വാങ്ങി? യെസ്റ്റർഡേ, ഇന്നലെ വാങ്ങി. സോ ദാറ്റ് ഈസ് ഓൾസോ എന്താണ് ആഡ്വർബ് ആണ്. നെക്സ്റ്റ് നോക്കൂ. വേർ, ഒരു പ്രവൃത്തി എവിടെ സംഭവിക്കുന്നു. ബാരി വിൽ വെയിറ്റ് ഹിയർ. ബാരി ഇവിടെ കാത്തു നിൽക്കുന്നാണ് പറഞ്ഞത്. ബാരി വിൽ ബാരി വെയിറ്റ്. എവിടെയാണ് ബാരി കാത്തു നിൽക്കുക? ബാരി വിൽ വെയിറ്റ് ഹിയർ. അവൻ ഇവിടെ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ നിൽക്കും എന്നുള്ളതാണ് ആക്ഷൻ. എവിടെ നിൽക്കും? എവിടെയാണ് ആ പ്രവൃത്തി സംഭവിക്കുന്നത്? ഇവിടെ. അപ്പോൾ എവിടെ ആക്ഷൻ സംഭവിച്ചു എന്ന് കാണിക്കുന്നതും എന്താണ് ആഡ്വർബ് ആണ്. അടുത്ത നോക്ക്. വൈ, എന്തുകൊണ്ട്, ഒരു പ്രവൃത്തി എന്തുകൊണ്ട് സംഭവിച്ചു. നോക്കേ. ആനി ഈസ് ട്രെയിനിങ് ടു വിൻ. ആനി ഈസ് ട്രെയിനിങ് ടു വിൻ. ആനി ഈസ് ട്രെയിനിങ്. അവൾ ഭയങ്കരമായിട്ട് എന്തെന്ന് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അവൾ എന്തുണ്ട്, ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വൈ, എന്തുകൊണ്ട്? ഷീ വാണ്ട്സ് ടു വിൻ. അവൾക്ക് എന്ത് വേണം? അവൾക്ക് ജയിക്കണം. അപ്പൊ ആക്ച്വലി ഇവിടെ നോക്ക്. ഹൗ, വെൻ, വൈ ആൻഡ് വേർ. ഇറ്റ് ടെൽസ് ദ ആൻസർ. മനസ്സിലായോ? ഇനി ഇവിടെ നോക്ക്. ദിസ് ഈസ് എ വെരി സ്വീറ്റ് മാംഗോ. ഇതെന്താണ്? ദിസ് ഈസ്, ഇതാണ് ഇല്ലേ. ഈസ് ആണ് ഇവിടുത്തെ വേർബ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എന്ത്, മാംഗോയാണ്. വെരി സ്വീറ്റ് മാംഗോ. നെക്സ്റ്റ് നോക്കുക. പീറ്റർ റീഡ്സ് ക്വൈറ്റ് ക്ലിയർലി. പീറ്റർ വായിക്കുന്നുണ്ട്. എങ്ങനെ അവൻ വായിക്കുന്നത്? ക്വൈറ്റ് ക്ലിയർലി. അവൻ ക്ലിയർലി ആണ് വായിക്കുന്നത്. നോക്കൂ. Tortoise walks very slowly. ആമ നടക്കുന്നുണ്ട്. വാക്സ് നടക്കുന്നുണ്ട്. ആമ
നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? സ്ലോലിയാണ് നടക്കുന്നത്. ഹിസ് കാർ ക്രാഷ്ഡ്. അയ്യോ, അവൻ്റെ കാർ ഇടിച്ചു. എങ്ങനെയാണ്? സിവിയർലി, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? കാർ അങ്ങ് ഇടിച്ചു പോയിട്ടുണ്ട്. ഷീ നെവർ ബങ്ക്സ് ഹെർ ക്ലാസ്സസ്. അവൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൾ ക്ലാസ്സുകൾ ഒഴിവാക്കില്ല. ദിസ് മാറ്റർ ഈസ് ക്വൈറ്റ് സിവിയർ. ഇതെന്താണ്? ഈ വിഷയം കുറച്ച് അപകടം നിറഞ്ഞതാണ്. ദിസ് ഡോർ ഓപ്പൺസ് ഫ്രീക്വൻലി. ഈ വാതിൽ എപ്പോഴും എന്ത് ചെയ്യും? അധികം ഇങ്ങനെ തുറന്നു കിടക്കാറുണ്ട്. Now the next one is yes, he likes to do shopping occasionally. The presentation is almost completed. Phil has been seriously injured in a road accident. He is speaking very gently. വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഒത്തിരി എക്സാമ്പിൾസ് എന്തുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ആക്ച്വലി ആഡ്വർബ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രാമർ ടോപ്പിക് ആണ്. അപ്പം മിസ് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്നതാണ് മിസ് വിചാരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ആഡ്ജക്റ്റീവ്സും പാർട്സ് ഓഫ് സ്പീച്ചും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ബി വിത്ത് us and follow Salem. Thank you so much.